അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊക്കെ സത്യം പറഞ്ഞാലേ എല്ലാത്തിലും കൈയിടുന്ന മാതിരിയാണ്. ഒരു മൃഗത്തിൻ്റെ ഒരു ചെറിയ ആറ്റിറ്റ്യൂഡ് നമുക്കൊക്കെ ഉണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കിയേ. കാരണം ഒരു മൃഗം, ഒരു പോത്ത്, ഒരു നാലുകാൽ ജന്തുക്കളൊക്കെ ഒരു പറമ്പിലേക്ക് അങ്ങ് കഴിച്ചിട്ടാൽ ആ പറമ്പിൽ നല്ല ഉപകാരപ്പെട്ട സാധനം കഴിക്കും, അല്ലാത്തതും കഴിക്കും, എന്ത് കിട്ടിയാലും തിന്നും. കാക്ക അതുപോലുള്ള ജന്തുക്കളൊക്കെ, പക്ഷികളൊക്കെ എന്ത് കിട്ടിയാലും അവർക്ക് പറ്റിയതൊക്കെ അവർ കഴിക്കും. നല്ലത് വേറെ, ബേഡ് വേറെ തിരഞ്ഞെടുക്കാനുള്ള കഴിവില്ലാത്ത ഒരു വിഭാഗമാണ് മൃഗങ്ങൾ. മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ എന്നത് അതിപ്പോൾ ശരിയാണോ? കാരണം നമ്മളും അങ്ങനെ തന്നെയല്ലേ. സോഷ്യൽ മീഡിയ കയറിയാൽ എല്ലാത്തിലും പോകും, കണ്ടതൊക്കെ എടുക്കും, കണ്ടതൊക്കെ കാണും. അത് നല്ലതായാലും ശരി, വടക്കായാലും ശരി. കുറച്ച് നല്ലത് കാണും, പിന്നെ നേരെ വടക്കിലേക്ക് പോകും. പിന്നെ പല ആവശ്യമില്ലാത്ത, നമുക്കൊരു ഉപകാരവും ഇല്ലാത്ത വീഡിയോസും അതുപോലെ പരസ്പര റിയാക്ഷൻ വീഡിയോ എല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി, റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ കുറേ ഉണ്ട്. നമുക്ക് പിന്നെ അത് അതില്ലാത്തത് കൊണ്ട് പറയാലോ ധൈര്യമായിട്ട്. ഈ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുക, എന്നിട്ട് അത് കാണുക. എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ടുണ്ടോ? ഇല്ല, വെറുതെ ഒരു ടൈം പാസ്. അപ്പം എല്ലാത്തിലും മൃഗങ്ങൾ പോകുന്നത് പോലെ എല്ലാം കഴിക്കും എന്നിട്ടോ പിന്നെ നല്ല വഴിക്കും വരും. ഇങ്ങനെ എല്ലാത്തിലും കൂടി പരതി നടക്കുന്ന ഒരു സ്വഭാവം. പിന്നെ കരിമ്പും കൂട്ടത്തിലേക്ക് വിട്ട ജന്തുക്കളെ പോലെ എല്ലാം കഴിക്കും. നല്ലതും കഴിക്കും, കിടക്കും കഴിക്കും. അവിടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയൊരു പോയിന്റ് എന്താ അറിയോ? നമ്മളൊക്കെ ഈച്ചകളുടെ സ്വഭാവം ഒഴിവാക്കണം. നമ്മളാരും ഈച്ചയാവരുത്. നമ്മളെല്ലാം ഈച്ച എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈച്ച നമ്മളെ ശരീരത്തിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ടാവും, അവിടെ ഒന്നും ഇരിക്കൂല. എവിടെങ്കിലും പൊട്ടി മുറിയായിട്ട് നീരൊലിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഈച്ച വന്നിരിക്കുള്ളൂ. നമുക്ക് അങ്ങനത്തെ വലിയ ഇൻട്രസ്റ്റാണ്. മോശമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ മൈൻഡ് അതിലേക്ക് അങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അതിങ്ങനെ കണ്ട് ആസ്വദിക്കും. ഒരു കാര്യമില്ല. ഈച്ചയുടെ സ്വഭാവം അതാണ്. മോശമായ സ്ഥലത്തൊക്കെ പോയിരിക്കും, നല്ല സ്ഥലത്ത് ഈച്ച ഇരിക്കില്ല. ഇരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. എവിടെയെങ്കിലും പൊട്ടി മുറിവായോ നീരൊലിക്കുക മണമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഈച്ചരിക്കും അല്ലേ? ആ ഈച്ചയുടെ സ്വഭാവം മാറ്റിയിട്ട് നമുക്ക് തേനീച്ചയുടെ സ്വഭാവമാവണം. തേനീച്ച എപ്പോഴും ഇഷ്ടപ്പെടുന്നത് മധുരമായ